പ്രത്യേകിച്ച് അങ്ങനെ ഒരു പറഞ്ഞു തരുന്നില്ല. ഈ JAK2 പോസിറ്റീവ് എന്ന് പറയുന്നത് മാത്രമേ നമുക്ക് പറഞ്ഞു തരുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഈ മജ്ജയുടെ ബ്ലഡിനകത്ത് കോട്ടിങ്, അത് മജ്ജ പ്രവർത്തനം ചെയ്യുന്നത് ശരീരത്തോട് എതിരായിട്ടുള്ള പ്രവർത്തനം ചെയ്യുന്നത്, നല്ല രീതിക്കുള്ള പ്രവർത്തനം അല്ല ചെയ്യുന്നത്. പിന്നെ ത്രോംബോസിസ് എന്ന് വെച്ചാൽ ബ്ലഡ് കോട്ടിങ്, ഏത് നിമിഷവും കോട്ടിങ് ഉണ്ടാകുന്ന ഒരു അസുഖം കൂടെ ഉണ്ട്. അതായത് ഒരു സർജറിയോ അല്ലെങ്കിൽ വേറൊരു ഇതും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പം. സർജറി ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ മജ്ജ മാറ്റി വെക്കുന്നതിനെ പറ്റി ചിന്തിക്കാൻ പറ്റത്തില്ല. മജ്ജ മാറ്റി വെച്ചാൽ പിന്നെ ഈ ഏറ്റവും അവസാന നിമിഷം അത് ചെയ്തേ പറ്റൂ എന്നുണ്ടെങ്കിൽ മാത്രമേ ഈ മജ്ജ മാറ്റി വെക്കൂ. അതെനിക്കിപ്പോൾ തൽക്കാലം ചെയ്യേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ കോട്ടിങ്ങിൻ്റെ അസുഖം കൂടെ ഉണ്ടായതുകൊണ്ട് ഈ ഗുളിക നിർത്തിയതിന് ശേഷം ഒരു സർജറി പോലെ ചെയ്യാൻ പറ്റുള്ളൂ. സർജറി നല്ല മജ്ജ മാറ്റി വെക്കാൻ പറ്റുള്ളൂ. അതിന് നമുക്കൊരു ഡൊണേറ്റർ വേണം. അതിനൊരു 10-20,000 രൂപ 30 രൂപയോളം ചിലവാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ അയാളുടെ ബ്ലഡിൻ്റെ എല്ലാ ചെക്കിങ്ങും എനിക്ക് പറ്റുമോ അറിഞ്ഞിട്ട് വേണം ചെയ്യാൻ. പിന്നെ അതിനുള്ള കപ്പാസിറ്റി, ആ മജ്ജ എനിക്ക് ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് അറിയണം. പിന്നെ ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടോ എന്ന് എനിക്ക് അറിയണം. പിന്നെ അങ്ങനെ കുറേയേറെ ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്തതിന് ശേഷം പെട്ടെന്ന് അങ്ങ് ചെയ്യുന്നൊരു പ്രവണതയല്ല മജ്ജ മാറ്റിവെക്കലെന്ന് പറഞ്ഞു. പിന്നെ 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റൂ. കാരണം എൻ്റെ ബോഡിയിലുള്ള ചെക്കിങ് മൊത്തം നടത്തിയതിന് ശേഷമേ അത് ചെയ്യാൻ പറ്റൂ. കാരണം മറ്റ് മജ്ജ, വേറൊരാളുടെ മജ്ജ എടുത്ത് വെക്കുമ്പോൾ അത് ഞാൻ ഉൾക്കൊള്ളുമോ എന്ന് അറിഞ്ഞിട്ടേ ഇത് ചെയ്യത്തുള്ളൂ. പിന്നെ ഞാൻ കാണിക്കുന്ന ഹോസ്പിറ്റൽ ഇച്ചിരി എക്സ്പെൻസീവായ ഹോസ്പിറ്റൽ, അവിടെ എന്നെ പറ്റും. ഇപ്പോൾ ഒരു രക്തഛർദ്ദിച്ച് പോയപ്പോൾ, നരമ്പ് പൊട്ടി രക്തഛർദ്ദിച്ച് പോയപ്പം ഒരു 2 ലക്ഷത്തി പുറത്ത് രൂപ നമുക്കവിടെ ചിലവായി. പിന്നെ പുറമേയുള്ള ചിലവുകളും, പിന്നെ ഗുളികകളെന്ന് പറയുന്നതൊക്കെ ഒരു മാസത്തേക്കുള്ളതിനൊക്കെ 10 രൂപ 15 രൂപയൊക്കെ ആവുന്ന ഗുളികകളാണ് എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ കൊണ്ട് കഴിയാവുന്നത് ഇത്രയും തവണ നോക്കി. പ്രത്യേകിച്ച് അങ്ങനെ പേരില്ല. പക്ഷേ ഞാനിപ്പോൾ ഇതിനകത്തൊരു ഗുളികയ്ക്ക് എഴുതി തന്നേക്കുന്നത്, അത് അടിച്ചു നോക്കിയപ്പോൾ വന്നേക്കുന്നത് മജ്ജ ക്യാൻസർ എന്നാണ് വന്നേക്കുന്നത്. ചില ഇനം മജ്ജ ക്യാൻസർ എന്ന് പറഞ്ഞാൽ നെറ്റിൽ ഗൂഗിളിൽ അടിച്ചു നോക്കിയപ്പോൾ വന്നേക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ക്യാൻസർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, എന്തിയോ എന്ന് ചോദിച്ചാൽ അതെല്ലാം ഒരുതരം ക്യാൻസർ, മരിച്ചു പോകുന്ന ക്യാൻസറല്ല. പക്ഷേ എന്നാൽ ഗുളികയുടെ പുറത്ത് പിടിച്ച് നിർത്തത്തക്ക രീതിയിലുള്ള ഇതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത് ക്യാൻസർ ആണോ എന്ന് ചോദിച്ചാൽ ആണ്, അല്ലയോ എന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ളൊരു അസുഖമായത്. എന്ന് വെച്ചാൽ ഈ എൻ്റെ എല്ലിൻ്റെ മജ്ജ ശരീരത്തോട് പ്രവർത്തിപ്പിക്കുന്നത് എതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത്. നല്ല ജോലിയല്ല ചെയ്യുന്നത്. അതിനെ നിലനിർത്തുന്നത് ഈ സ്പ്ലീനാണ്. ഈ സ്പ്ലീന് ഓവറായിട്ട് വീർത്തിരിക്കുക. എന്ന് വെച്ചാൽ സ്പ്ലീനകത്ത് ബ്ലഡ് കോട്ടിങ് ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കൂടെ എനിക്ക് വയറ്റിന് വേദനയും പെട്ടെന്നുണ്ടാകുന്ന ബ്ലീഡിങ്ങും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് അങ്ങനെ പേരില്ല. പക്ഷേ ഞാനിപ്പോൾ ഇതിനകത്തൊരു ഗുളികയ്ക്ക് എഴുതി തന്നേക്കുന്നത്, അത് അടിച്ചു നോക്കിയപ്പോൾ വന്നേക്കുന്നത് മജ്ജ ക്യാൻസർ എന്നാണ് വന്നേക്കുന്നത്. ചില ഇനം മജ്ജ ക്യാൻസർ എന്ന് പറഞ്ഞാൽ നെറ്റിൽ ഗൂഗിളിൽ അടിച്ചു നോക്കിയപ്പോൾ വന്നേക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ക്യാൻസർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, എന്തിയോ എന്ന് ചോദിച്ചാൽ അതെല്ലാം ഒരുതരം ക്യാൻസർ, മരിച്ചു പോകുന്ന ക്യാൻസറല്ല. പക്ഷേ എന്നാൽ ഗുളികയുടെ പുറത്ത് പിടിച്ച് നിർത്തത്തക്ക രീതിയിലുള്ള ഇതാണെന്ന് പറഞ്ഞിട്ടുണ്ട്.